ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെംനാസ് കിച്ചൻ മാജിക്. നല്ലൊരു പാവക്ക തീയലിൻ്റെ റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പാവക്ക തീയൽ ഇഷ്ടമല്ലാത്തവർ പോലും ഇത്തരത്തിൽ തയ്യാറാക്കിയാൽ കഴിക്കുന്നതായിരിക്കും. നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് തേങ്ങ വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു 2 നുള്ള് പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ വരെ വറുത്തെടുക്കേണ്ടതുണ്ട്. സാധാരണ തീയലിന് ഒരുപാട് തേങ്ങ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 30 ചെറിയ ഉള്ളി വഴറ്റിയെടുക്കണം. 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും, അതുപോലെ തന്നെ പാവക്കായ ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസ് പാവക്ക നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് ശരിക്കും വഴറ്റി അതിൻ്റെ ക്വാണ്ടിറ്റി ഏകദേശം പകുതിയോളം വരണം. അപ്പോഴേക്കും ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്കും വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാവക്കയിലൊക്കെ ഒരുപാട് വിഷം അടിക്കുന്നത് കൊണ്ടാണ് വേവുന്ന സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇതുപോലെ നന്നായിട്ട് വഴറ്റി നല്ല സോഫ്റ്റായിട്ട് വരണം. അതിനുശേഷമേ നമ്മളിതിലേക്ക് അരപ്പുകൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പം നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അതിനായി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ച് തേങ്ങ മാത്രമേ നമ്മളിവിടെ വറുത്തെടുത്തിട്ടുള്ളൂ. തീയലിനൊക്കെ ഒരുപാട് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അരപ്പ് ഒരുപാട് കൂടിയിട്ട് ഈ വെജിറ്റബിൾസൊക്കെ വറുത്തരച്ച് വെക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു രീതിയിലായി പോകും. അപ്പം എപ്പോഴും ഇങ്ങനെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അരക്കുമ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യമേ തന്നെ വെള്ളം ഒഴിക്കാതെ തന്നെ അരക്കുക. അപ്പം നമുക്ക് നല്ല എണ്ണ തെളിഞ്ഞ് കിട്ടും. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് അതിന് ശേഷം വെള്ളം ഒഴിച്ച് അരക്കുക. ഇനി ഇവിടെ ഏകദേശം 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് നിരടി പിഴിഞ്ഞ് വാട്ടി വെച്ചിരിക്കുന്ന പാവക്കായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് ഒന്നും വീഴാതെ ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് പാവക്കയായിട്ട് ചേർന്ന് വെന്ത് വരണം. അപ്പോൾ പാവക്കയുടെ ആ കയ്പ്പൊക്കെ മാറി കിട്ടും. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി പാവക്ക തീയലിന് ടേസ്റ്റ് കൂടാനുള്ള ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളൊരു 3/4 ഗ്ലാസോളം വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വെച്ച ശേഷം 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് അതിന് നന്നായിട്ട് കുറുക്കി വറ്റിച്ചെടുക്കണം. നല്ല തീയൽ പരുവത്തിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് അങ്ങനെ എടുക്കാം. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ഈ പാവക്ക തീയലിൻ്റെ ആ തനത് രുചി കിട്ടുകയുള്ളൂ. അങ്ങനെ വെന്ത് ഇറങ്ങിയാൽ അതിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് വരത്തുള്ളൂ. ഇത് നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പാവക്ക കറി ഇറക്കി വെച്ചതിന് ശേഷം അതൊന്ന് താളിപ്പുണ്ട്. താളിക്കാനായിട്ട് ഞാനിവിടെ ചട്ടി വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ ഈ പാവക്ക തീയലിൻ്റെ ടേസ്റ്റ് വരാനായി ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി, ഒരു നുള്ള് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് വേണം ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ആ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് പച്ചമണം മാറി കിട്ടും. ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ
അപ്പോഴാണ് ഈ പാവക്ക തേലിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് വരിക. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. 2 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പാവക്ക നന്നായിട്ട് വഴറ്റിയെടുക്കുക, അതുപോലെ തന്നെ കറി കുറച്ച് നേരം നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് വെച്ച് 7 തൊട്ട് 10 മിനിറ്റ് വരെയെങ്കിലും അടുപ്പിൽ വെച്ച് ചെറുതാക്കി വെക്കണം. അങ്ങനെ അവിടെ തന്നെ ഇരുന്നൊന്ന് വറ്റി കുറുകി വരണം, എന്നാലേ ആ തീയലിൻ്റെ അതാ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ സിമ്പിൾ റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. താങ്ക്സ്.